പരമപവിത്രമായ ഈ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. ഈ വരികളിൽ എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രശ്നം തോന്നുന്നുണ്ടെങ്കിൽ ചില വരികളോട് കാണിച്ചു തരട്ടെ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് സർവീസ് ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസിൽ കുട്ടികളെ കൊണ്ട് ഗണഗാനം പാടിച്ചു എന്നുള്ളത് വലിയൊരു വിവാദമായി. ഭാരതത്തെ തന്നെയാണ് പുകഴ്ത്തി ഈ വരികളിലൂടെ പറയുന്നത്. ഇനി പ്രശ്നമുള്ള ആളുകൾക്ക് ഒരു വീഡിയോയുടെ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന വീഡിയോ കണ്ണൂർ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്ന് ആദ്യമായി ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അവർ ആലപിച്ച ഒരു ഗാനമാണ്. ആ ഗാനം ഒന്ന് ആലോചിച്ചപ്പോൾ പ്രശ്നമില്ലാത്ത പലരും ഇന്ന് ഈ ഗണഗാനം പാടിയതിന്റെ പേരിൽ പ്രശ്നമായിട്ട് വന്നു. ഈ ഒരു ഗാനത്തിൽ പ്രത്യേകം ഒരു ഭാഗത്തെ അടിച്ചമർത്തണമെന്നോ പ്രത്യേകം ഒരു സമൂഹത്തെ അടിച്ചോടിക്കണമെന്നോ അവരെ ആക്ഷേപിക്കണമെന്നോ പറയുന്നില്ല. ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആരും തന്നെ ഈ ഒരു ഗാനം കേട്ട് കഴിഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നില്ല. ഈ ഒരു ഗാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമല്ലെങ്കിൽ ഈ ഒരു ഗാനവും പ്രശ്നമല്ല. ഈ ഒരു ഗാനവും പ്രശ്നമാണെങ്കിൽ ഈ ഒരു ഗാനവും പ്രശ്നം തന്നെയാണ്, ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിനെപ്പറ്റിയും ചർച്ച ചെയ്യണം, അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയണം. ആരെങ്കിലും ഭാരതാംബയെന്നോ ഭാരതമെന്നോ പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംഖ്യയാക്കുക. 100% സാക്ഷര സമ്പന്നരാണ് നമ്മളെന്ന് പറയുമ്പോഴും ഇടയ്ക്കൊക്കെ സാക്ഷരത അല്ലാതാകുന്നുണ്ട്. ചിലര് പറയുന്നത് മാത്രം അംഗീകരിക്കുമ്പോൾ, ചിലര് പറയുന്നത് മാത്രം കേൾക്കുമ്പോൾ. അതുകൊണ്ടാണ് നമ്മളെ നോക്കിക്കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഓരോരുത്തർ 100% ലിറ്ററസി സാർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കേണ്ടി വരുന്നത്.